இந்த சூரியன் வழிக்கு சேர்ந்து விடுந்தது மாமி. കീടനാശിനിയായിരുന്ന ആണെങ്കിൽ സാരില്ല, പാറ്റയും മൂട്ടൊന്നും കടിക്കില്ലല്ലോ. എനിക്ക് ദാഹിക്കുന്നു എന്ന് നീ എങ്ങനെ അറിഞ്ഞു മുത്തേ? അതുകൊണ്ടാണല്ലോ ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്നേ. ഇവിടെ ഇരുന്ന വെള്ളോടെ പോയി. ഓ തെരിയാതെന്നല്ലേ? എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട, ഓർക്കോ. ചാണ്ടി, നീ എവിടെ? ഞാനിപ്പോ ഇതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. ചാണ്ടി, ചാണ്ടി, അണ്ണേ, ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ? എല്ലാത്തിനും ഒരു ടൈം ഇருக்கு. അപ്പടിയാ? വീശിക്കോ. മണവാട്ടി ഇങ്ങോട്ട് പോകുന്നു. പുടിയടാവളെ. പണ്ടാരടങ്ങ താഴെ പോകുന്നാ തോന്നേ. അന്നെ പെണ്ണിന്റെ കാല് നിലത്ത് ഒതുന്നില്ല. എന്താ കുഴപ്പമുണ്ട്? തങ്കക്കുടമേ ഓടാതെ. கல்யாணத்துக்கு முன்னாடி இந்த மாதிரி ஓடியால் கல்யாணத்துக்கு அப்புறம் நீ எந்த மாதிரி ஓடும்? மீனாட்சி, நீ இந்த டைப்பா? சொல்லடி. ஸ்பீடு கூட்டியாச்சா? எவ்வளவோ ஸ்பீடு, எவ்வளவோ சாசம். മോളിന്ന് വരുതാ കീഴേന്ന് വരുതാ ഒന്നുമേ പുരിയാതെ. അമ്മേ, നമ്മൾ ഇത്രേ ഓടിയിട്ടും അവളെ കിട്ടിയില്ലല്ലോ. കിട്ടാതിരിക്കുന്നതാ നല്ലത്. അതേതോ പ്രേതബാധയുള്ള സ്ത്രീയാ. അണ്ണേ, എന്തോ തണ്ണി. ഈ വീടിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടിയല്ലോ. കിട്ടി സർ. ഒരു ഭീകരനാണ് ഈ വീട്ടിൽ കുടിയേറിയിരിക്കുന്ന ഓർമ്മ വേണം. ഈ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കണം. എല്ലാവർക്കും കിട്ടിയിരിക്കും സർ. വെറുതെ ഒരു കോൺസ്റ്റബിളിനെ ഇടാതെ എന്തിനാണ് തന്നെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. എന്തെങ്കിലും തെളിവുണ്ടാക്കി ആ കുടിയനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അത് കള്ളത്തെളിവാണെങ്കിൽ പോലും സാരമില്ല സർ. താൻ എപ്പോഴും ഇവിടെ തന്നെ കാണണം. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം സർ. സ്ഥലം മാറ്റം കിട്ടാതിരുന്ന മതിയായിരുന്നു. ഇത് വലിയ ശല്യമായിരുന്നു. ഇയാൾ എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? പ്രൊട്ടക്ഷൻ. ഇതെന്താ ഞങ്ങൾക്ക് മാത്രമല്ലോ പ്രൊട്ടക്ഷൻ? പ്രായോ സൈസൊക്കെ നോക്കിയേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ളൂ. എന്നാ പിന്നെ പുറകെ നാക്കണ്ട, മുന്നേ അങ്ങോട്ട് നടന്നോ. എനിക്കും അതാണ് ഇഷ്ടം. കമൺ ഫളമേ. പണ്ട് ഈ ആനപ്പാറ എസ് ആയിരിക്കുമ്പോ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ആനയെ ഏൽപ്പിച്ചു. പക്ഷെ പോയാ ഞങ്ങള് ശിവരാമനെ കാണാൻ വന്ന. ആരെയും കാണാൻ പറ്റില്ല. ശിവരാമ, ചാണ്ടി. അതെ, എന്റെ ഫ്രണ്ടാണ്. കയറ്റി വിട്. ഓ വാ.
ഹലോ, ഇതാരാ വന്നിരിക്കുന്നെ? ഈ ബാഗിൽ എന്താണ്? ഇത് മെഷീനറിയാ, നമ്മുടെ വാച്ച് ആ, കമ്പനി. കലക്കി. ആരാ ഇവരൊക്കെ? ഇതെന്റെ കൂട്ടാളി ചാണ്ടി, വലിയവനാണ്. സ്കോച്ച് വേണോ, നാടൻ വേണോ, ചാപ്ര വേണോ? ഇവനോട് പറഞ്ഞ സാക്ഷാൽ സ്കോട്ട്ലൻഡ് ടെക്നോളജി പ്രകാരം 1 മണിക്കൂറിനാം സാധനം തന്നെ. By the way, ഇതാരാ? ഇതെന്റെ പുതിയ ട്രെയിനിയാ, മീനാക്ഷി. ഓ, അമുഴിയാ. hello. Welcome. കൈ വിടുപ്പാ. നീ ഉള്ള പോമ. അവൻ ഓപ്പൺ ആയിട്ട് നിന്ന് മദ്യപിക്കാ. പോയി ചോദിക്കില്ല. അതെന്താ? ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നില്ല പിന്നെ മോശമല്ലേ? അതല്ല, പോയി അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ലല്ലോ. അവൻ മദ്യപിച്ചിട്ട് അനാവശ്യം പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ അപ്പ അറസ്റ്റ് ചെയ്യാം. പൈന്റ്. ഹലോ ചാണ്ടി, മുകളില് ദാ ഇപ്പൊ താടി വെച്ചൊരു കക്ഷി വന്നു നിന്നില്ലേ? അതാണ് ഈ വീടിന്റെ നായകൻ ബഡാ സാബ്. എന്തും തീരുമാനിക്കാൻ ശക്തിയുള്ളവൻ. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? സ്വന്തം മകളെ വിശ്വസിക്കാതെ മറ്റു ബന്ധുമിത്രാദികളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് മകളെ കൊലയ്ക്ക് കൊടുത്തവൻ. ഇനി ഒരു കക്ഷിയുണ്ട്. ദേ അങ്ങോട്ട് നോക്കിക്കേ, ഒരു മുട്ടത്തലയൻ. സ്വന്തം മകളെ പോലെ സ്നേഹിക്കേണ്ടവളെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടാൻ ശ്രമിച്ചവൻ. നടുമുറിയിലിരുന്ന് മദ്യപിക്കുന്നതും പോരാ, അവൻ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടില്ലേ? ഞാനല്ല നോക്കിയത്, മുട്ടത്തലയെന്ന് വിളിച്ചു. അധിക്ഷേപിക്കലല്ലേ? തലേ മുടിയില്ലാത്തവനെ മുട്ടത്തലയെന്നല്ലാതെ പിന്നെ മൈക്കിൾ ജാക്സൺ എന്ന് വിളിക്കണോ, അതോ ധോണി എന്ന് വിളിക്കണോ? അതല്ല. ഇനി ദോ അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. ഇതിനിടയിൽ ഈ ചേട്ടൻ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അയാൾക്കും മനസ്സിലാകുന്നില്ല. ചാണ്ടിക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. ആ, അതാണ് അയാൾ. ഒരു പിടിയും കൊടുക്കില്ല. പിടിയില്ലാത്തവൻ. ഇവന്മാരുടെയൊക്കെ തെമ്മാടത്തരത്തിന് കൂട്ടുനിന്ന ഒരുവൻ. അവൻ ഇവന്മാരുമായിട്ടൊക്കെ തെറ്റി അവനെ കൊന്നു. മനസ്സിലായ? ഇവന്മാരുടെ എന്തൊക്കെയോ നേരിൽ കണ്ടത് കൊണ്ടാവാം ഒരു ബന്ധുവിനെ കൂടി കൊന്നു. എന്നിട്ട് ഈ കുറ്റങ്ങൾ മുഴുവൻ ഈ പാവം ശിവരാമന്റെ തലയെ കെട്ടിവെച്ച് ഒരു ക്രിമിനലാക്കി ജയിലിലിട്ടാൽ ഇവന്മാരുടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ. പഴം റെഡി. ഇനി ലോ ലെവൻ ഇല്ലീഗൽ അഡ്വൈസർ തോമസ് 5 കോടി രൂപ എന്നും പറഞ്ഞ് 5 രൂപ പോലും വിലയില്ലാത്ത ഇഷ്ടിക കല്ല് പിറക്കി പെട്ടിയിലാക്കി അവന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരത്തിന് പായസം വെക്കാൻ അടുപ്പ് കല്ല് കൂട്ടിയവൻ വൃത്തികെട്ടവൻ. പ്രൊട്ടക്ഷൻ കൊടുക്കായിരുന്നു, പക്ഷെ ആരോഗ്യമില്ല. എങ്കിലും അടിക്കരുത്. എന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരത്തിന് പായസം ഉണ്ടാക്കാൻ കൂട്ടി അടുപ്പുകല്ലെന്ന് പച്ച അശ്ലീലമല്ലേ? നിന്റെ അമ്മായിയമ്മ അശ്ലീലം ആയിരുന്നു? അല്ല. 16 അടിയന്തരം അശ്ലീലമല്ല, പായസം അശ്ലീലമേ അല്ല. അപ്പൊ എന്നെ വൃത്തിയിട്ടൊന്ന് വിളിച്ചത് അതൊരു സത്യം മാത്രം.